ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കോട്ടിലേക്ക് നമുക്ക് പോകാം. അറിവില്ല എന്നുള്ള അറിവ് നമുക്കുണ്ടാവണം, അറിയണം എന്നുള്ള അറിവുണ്ടാകണം, അറിവുള്ളോർ ഉണ്ട് എന്നുള്ള അറിവുണ്ടാകണം, അറിവിൽ നിന്ന് തിരിച്ചറിവുണ്ടാകണം. ഈ തിരിച്ചറിവാണ്, ഈ അക്വയറിംഗ് നോളജാണ് നമ്മെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക. നാം ആദ്യം പറഞ്ഞതുപോലെ ഏത് സ്കില്ലിലാണോ നാം ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നത്, ഒരു സിംഗറെ നോക്കുക, ആ പാട്ട് പാടുന്നതിൽ അദ്ദേഹം പെർഫോം ചെയ്യുമ്പോൾ, എക്സലൻസ് കീപ്പ് ചെയ്യുമ്പോൾ അദ്ദേഹം ഏറ്റവും മികച്ച ഒരു ഗായകനായിട്ട് അറിയപ്പെടുന്നു. അത് സ്പോർട്സിലാണെങ്കിലും എഡ്യൂക്കേഷനിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഏത് പ്രൊഫഷനും എടുക്കുക, നമ്മുടെ സ്കില്ലാണ് നാം ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിന് നാം എന്തൊക്കെ ചെയ്യണം? അതിന് നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഫസ്റ്റ് വൺ ആറ്റിറ്റ്യൂഡും സെക്കൻഡ് വൺ ആക്ഷനും. എന്താണ് ആറ്റിറ്റ്യൂഡും എന്താണ് ആക്ഷനും? ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ മനോഭാവം. നാം ഏത് കാര്യത്തെ അപ്രോച്ച് ചെയ്യുമ്പോഴും ആ അറിയണം. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ അറിവ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഇന്റർനെറ്റിന്റെയും നമ്മുടെ സ്മാർട്ട് ഫോണുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ അറിവുകളെ അക്വയർ ചെയ്യാൻ ഈസിയാണ്. ഈ അറിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല, അതിൽ നിന്ന് തിരിച്ചറിവുണ്ടാകാൻ നാം എന്ത് ചെയ്യണം? ആക്ഷൻ ഉണ്ടാവണം. ഈ ആക്ഷൻ ഉള്ളവർക്ക് എന്ത് സംഭവിക്കും? സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം? ഒരു ഗ്രോയിങ് മൈൻഡ് സെറ്റ്, ഒരു പ്രൊഡക്റ്റീവ് മൈൻഡ് സെറ്റ് നമ്മിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അപ്പോൾ ആക്ഷൻ എന്ന് പറയുന്ന ഓരോ കാര്യത്തിലും നമ്മുടെ ആക്ഷൻ ബെസ്റ്റ് ആകണമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാകണം? ബെസ്റ്റ് ആയിട്ടുള്ളൊരു മനോഭാവം നമ്മിൽ കൊണ്ടുവരണം. എനിക്ക് ഡെവലപ്പ് ചെയ്യണം, എനിക്ക് പ്രൊഡക്റ്റീവ് ആകണം, എനിക്ക് ഗ്രോ ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റ് നമ്മിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആറ്റിറ്റ്യൂഡിനെ ബെസ്റ്റ് ആക്കിക്കൊണ്ട്, ആക്ഷനെ ബെസ്റ്റ് ആക്കിക്കൊണ്ട് നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഒരു പേഴ്സൺ ഡെവലപ്പ് ചെയ്യുന്നു, വളരുന്നു, ഗ്രോ ചെയ്യുന്നു. അതിലൂടെ എന്ത് വരും? നമ്മുടെ പെർഫോമൻസ് കൂടും. നമുക്കറിയാം, ഒരു പെർഫോമൻസ് ബെസ്റ്റ് ആയിട്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയും ആ വ്യക്തി അദ്ദേഹത്തിന്റെ പെർഫോം ചെയ്യുന്ന മേഖലയിൽ ആരാകും? എക്സല് ചെയ്യും. ആ വ്യക്തി എക്സല് ചെയ്യുന്നതിലൂടെ ആ പ്രൊഫഷനിലാവട്ടെ, ആ ബിസിനസ്സിലാവട്ടെ, ആ എഡ്യൂക്കേഷനിലാകട്ടെ, ആ എക്സാമിനേഷനിലാവട്ടെ, നാം എക്സല് ചെയ്യുന്നതിലൂടെ നമ്മൾ ആരാകും? ഏറ്റവും നല്ല പെർഫോമർ ആകുന്നതിലൂടെ, എക്സലൻസ് കീപ്പ് ചെയ്യുന്നതിലൂടെ നമ്മൾ ആരാകും? സക്സസ് നേടുന്ന ഒരു വ്യക്തിയായി മാറും. ആ സ്കില്ലിൽ സക്സസ് അച്ചീവ് ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രൊഫഷനിൽ നാം സക്സസ് നേടണമെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെ നാം ബെസ്റ്റ് ആക്കണം. നമ്മുടെ പെർഫോമൻസിനെ ബെസ്റ്റ് ആക്കണമെങ്കിൽ നമ്മുടെ ആക്ഷനെയും നമ്മുടെ അവയർനെസ്സിനെയും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയും നാം ബെസ്റ്റ് ആക്കണം. ഇങ്ങനെ പാസ്റ്റ് എന്തുമാവട്ടെ, 2023 കടന്നു പോവട്ടെ, നാം ഇതുവരെയുള്ള അറിവുകളിൽ നാം എങ്ങനെയാണ് നിന്നത്, നമ്മുടെ സ്കിൽ എങ്ങനെയായിരുന്നു, ഇതൊക്കെ ഒരു ന്യൂ ബോൺ ബേബിയുടെ പോലെ നമുക്ക് കളയാം. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ അറിവുകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട്, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട്, സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പെർഫോമൻസിനെ ബെസ്റ്റ് ആക്കാൻ, ഒരു പ്രൊഫഷണലിസം നമ്മിലേക്ക് കൊണ്ടുവരാൻ, നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ബെസ്റ്റ് ആക്കാൻ പറ്റുന്ന ആറ്റിറ്റ്യൂഡും അവയർനെസ്സും നമ്മിലേക്ക് ഒന്നിപ്പിച്ചുകൊണ്ട് വിജയിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികളായി മാറ്റാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതാണ് നമ്മുടെ സ്കൂൾ ക്യാമ്പസിന്റെ സിസ്റ്റം. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും നാളത്തെ തലമുറയിലെ മികച്ച വിദ്യാർത്ഥികളാണ്. കാരണം ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം മാത്രമല്ല, എങ്ങനെയായിരിക്കണം എഡ്യൂക്കേഷൻ, എങ്ങനെയായിരിക്കണം ക്യാരക്ടർ ഫോർമേഷൻ, എങ്ങനെയായിരിക്കണം തിങ്കിങ് ലെവൽ, ഇതെല്ലാം നമ്മുടെ സ്കൂളിന്റെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ നമ്മുടെ ആക്ഷനെ ബെസ്റ്റ് ആക്കിക്കൊണ്ട്, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ബെസ്റ്റ് ആക്കിക്കൊണ്ട് നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ, ആ സ്കില്ലിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന വിദ്യാർത്ഥികളായി നാം മാറിക്കൊണ്ട് നമ്മുടെ പ്രൊഫഷണൽ എക്സലൻസ് കൊണ്ടുവരാൻ 2024 നിങ്ങൾക്ക് സാധിക്കട്ടെ. നമ്മുടെ 2023 എങ്ങനെയും ആവട്ടെ, നമ്മുടെ പാസ്റ്റ് എന്തുമാവട്ടെ, ഇനി വരാൻ പോകുന്ന 2024ഉം നമ്മുടെ ഫ്യൂച്ചറും ബെസ്റ്റ് ആക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഏറ്റവും നല്ല മനോഹരമായ ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. ബെസ്റ്റ് വിഷസ്.